കാസർഗോഡ് ബദിയടുക്ക സ്വദേശി ബാലകൃഷ്ണൻ വൃക്ക മാറ്റിവെക്കാൻ സുമനസ്സുകളുടെ സഹായം തേടുകയാണ്. ഇരുവൃക്കകളും തകരാറിലായതിനെ തുടർന്ന് ഭാര്യ ദാനം നൽകിയ വൃക്കയാണ് വർഷങ്ങളായി ബാലകൃഷ്ണന്റെ ജീവൻ നിലനിർത്തിയത്. എന്നാൽ ഈ വൃക്കയും തകരാറിലായതോടെ തുടർജീവിതം വീണ്ടും ഇരുട്ടിലായി. സ്വകാര്യ സ്ഥാപനത്തിലെ ജീവനക്കാരനായിരുന്നു ബാലകൃഷ്ണൻ. അമ്മയും ഭാര്യയും അടങ്ങുന്ന കുടുംബം. ചെറിയ വരുമാനത്തിലായിരുന്നു ജീവിതം. ഇതിനിടയിലാണ് ഇരുവൃക്കകളും തകരാറിലാവുന്നത്. ഭർത്താവിന്റെ ജീവൻ രക്ഷിക്കാൻ ഭാര്യ വാരിജ ഭർത്താവിന് വൃക്ക നൽകി. പിഞ്ചുകുഞ്ഞിന്റെ അച്ഛനായി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുമ്പോഴാണ് വിധി വീണ്ടും വില്ലനാകുന്നത്. മാറ്റിവെച്ച വൃക്ക തകരാറിലായി. ഇനി വൃക്ക മാറ്റിവെക്കാൻ 30 ലക്ഷത്തിലേറെ രൂപ വേണം. എനിക്ക് കിഡ്നി വെക്കാൻ 35 ലക്ഷം ആവശ്യമുണ്ട്. കിഡ്നി ആദ്യമായിട്ട് വെക്കണമെന്ന് പറയുന്നത്. കിഡ്നി ആദ്യ വൈഫിൻ്റെ വെച്ചേ, ഇപ്പോൾ അത് പോയി. സാമ്പത്തിക സ്ഥിതി എന്തോ ഇല്ല. ഇപ്പോൾ ആദ്യം ഉണ്ടായതെല്ലാം വെച്ചിട്ട് ആയി. ഇപ്പോൾ ആഴ്ചയിൽ 2 പ്രാവശ്യം ഡയാലിസിസ് ചെയ്യണം. ഇതിനാവശ്യമായ തുക കണ്ടെത്താൻ പോലും കുടുംബം ബുദ്ധിമുട്ടുകയാണ്. 6 വർഷമായി കിഡ്നി പേഷ്യൻ്റ് ആയിട്ട്. ഒരു പ്രാവശ്യം കിഡ്നി മാറ്റി വെച്ചു. ഞാൻ എൻ്റെ കിഡ്നി കൊടുത്തു. അത് കഴിഞ്ഞിട്ട് സുഖമായിട്ടിരുന്നു. പിന്നെ അതിലെ കിഡ്നി വീക്കായി. ഇപ്പോൾ രണ്ടാമത്തെ ഡോക്ടർ പറഞ്ഞു കിഡ്നി മാറ്റി വെക്കുമെന്ന് പറഞ്ഞിട്ട്. ഇപ്പോൾ സാമ്പത്തികമായി ഒന്നുമില്ല. ചെറിയൊരു കുഞ്ഞുണ്ടാകുന്നത്. ഞങ്ങളെ മുമ്പോട്ടുള്ള ജീവിതത്തിന് എല്ലാവരും സഹകരിക്കണമെന്ന് ചോദിക്കുന്നു. ചികിത്സയ്ക്ക് ആവശ്യമായ പണം കണ്ടെത്താൻ നാട്ടുകാരുടെ നേതൃത്വത്തിൽ പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. എങ്കിലും സന്മനസ്സുള്ളവരുടെ ചെറിയ സഹായം പോലും പ്രതീക്ഷിക്കുകയാണ് ഈ കുടുംബം. ജനം, കാസർഗോഡ്.